الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സത്യവിശ്വാസികളെ, സർവശക്തനും സർവലോക നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും പഠിക്കുകയും പകർത്തുകയും ചെയ്ത് റബ്ബിലിഷ്ടപ്പെട്ട മാർഗത്തിൽ ജീവിച്ച് ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കുന്ന ആളുകൾ പരമാവധി ചേർന്ന് ഇടയിൽ വിടവില്ലാത്ത വിധം ഇരിക്കാൻ ശ്രദ്ധിക്കുക. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് പരസഹസ്രം വിശ്വാസികൾ പരിശുദ്ധ ഗേഹത്തിലേക്ക് എത്തിച്ചേർന്ന മഹത്തായ ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. ഇസ്ലാമിലെ അനുഷ്ഠാന മുറകളെല്ലാം കൃത്യമായ വ്യക്തവും ലക്ഷ്യവുമുള്ളവയാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് സൂറത്തു ഹജ്ജിൽ അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. വഇദ് ബവ്വഅനാ ഇബ്രാഹീമ മകാനൽ ബൈത്ത്, ഇബ്രാഹീമിന് വിശുദ്ധ ഗേഹം നാം അതിൻ്റെ സ്ഥാനം കാണിച്ചു കൊടുത്തു, വ്യക്തമാക്കി കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? അല്ലാ തുശ്രിക് ബി ഷൈഅ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കാൻ. ബഹുദൈവ വിശ്വാസത്തിന് പകരം ഏകദൈവ വിശ്വാസത്തിൻ്റെ സംസ്ഥാപനം, തൗഹീദിൻ്റെ നടപ്പിലാക്കൽ, അതാണ് യഥാർത്ഥമായ കഅബയുടെയും കഅബയോടനുബന്ധമായിട്ടുള്ള ആരാധനകളുടെയും എല്ലാം ലക്ഷ്യമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരുന്നു. വതഹിർ ബൈതിയ ലിത്വാഇഫീന വൽ ഖായിമീന വറുകഇ സുജൂദ്, സാഷ്ടാംഗം ചെയ്യുന്നവരെയും റുകൂയിലായിക്കൊണ്ടും നിന്നുകൊണ്ടുമൊക്കെ ആരാധന നടത്തുന്ന ആളുകൾക്ക് വേണ്ടി ആ വിശുദ്ധ ഗേഹത്തെ ശുദ്ധീകരിച്ച് നൽകാൻ വേണ്ടിയും നാം കൽപ്പിച്ചു. എന്നിട്ട് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തുക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനോടുള്ള കൽപ്പന, ഹജ്ജിനു വേണ്ടിയുള്ള വിളിയാളം, ഹജ്ജിനുള്ള ആഹ്വാനം ജനങ്ങൾക്കിടയിൽ നടത്താൻ. അങ്ങനെ ചെയ്താൽ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് കാൽനടയായും മെലിഞ്ഞ വാഹനപ്പുറങ്ങളിലായുമൊക്കെ
അവർ വന്നു ചേരും എന്ന് അള്ളാഹു അറിയിക്കുകയും ചെയ്തു. ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ പ്രഖ്യാപനം അതിന്റെ അനന്തരഫലമെന്നോണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനലക്ഷങ്ങൾ അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹജ്ജ് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല, വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലൂടെ അഥവാ സാധ്യമാകുന്ന വിധങ്ങളിലെല്ലാം അനുകൂലാവസ്ഥയുണ്ടായി തീർന്നിട്ടും ആ പരിശുദ്ധ ഭവനത്തിലേക്ക് വരാൻ, ഹജ്ജ് നിർവഹിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ ഗൗരവപൂർവ്വം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആരെങ്കിലും നിഷേധിച്ചാൽ അള്ളാഹു ലോകരെ സംബന്ധിച്ചിടത്തോളം അവൻ ഗനിയാണ്, അവൻ സമ്പന്നനാണ്. മനുഷ്യന്റെ ഒരു സഹായവും അള്ളാഹ്ക്ക് ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ശാരീരികമായ ശേഷിയുണ്ടെങ്കിൽ, സാമ്പത്തികമായ അനുകൂലാവസ്ഥയുണ്ടെങ്കിൽ, വഴിയിൽ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത എല്ലാ നിലക്കുമുള്ള അനുകൂലാവസ്ഥയുണ്ടെങ്കിൽ അതൊരു ബാധ്യതയായി വിശ്വാസികൾക്ക് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഹജ്ജ് സമർപ്പണമാണ്, ഹജ്ജ് ത്യാഗമാണ്, ഹജ്ജ് നിഷ്കളങ്കമായി റബ്ബിന്റെ മുമ്പിൽ മനുഷ്യൻ നിർവഹിക്കുന്ന അതിമഹത്തായ ആരാധനയാണ്. ആ ആരാധനയിലെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗമാണ് അറഫ സംഗമം എന്നുള്ളത്. അറഫയ മനുഷ്യർക്ക് നൽകുന്ന, വിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ വിവിധങ്ങളാണ്. അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ മഹത്വം പ്രത്യേകിച്ച് ഈ ദിനങ്ങളിൽ നമ്മൾ ഓർക്കുകയും നമ്മുടെ ഹൃദയം കൊണ്ട് അതിനോട് ഐക്യപ്പെടാനുള്ള താല്പര്യവും പ്രാർത്ഥന കൊണ്ട് അതിലേക്കുള്ള സാന്നിധ്യം നമ്മുടെ മനസ്സുകൊണ്ട് നാം നൽകുകയും ചെയ്യൽ അനിവാര്യമാണ്. ഏറ്റവും പ്രധാനമായി അറഫ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അതിന്റെ ശ്രേഷ്ഠത എന്താണ്? പരിശുദ്ധ ഇസ്ലാം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നതാണ്. മനുഷ്യന്റെ ഏറ്റവും പ്രധാനമായി അവന് മുറുകെ പിടിക്കാനുള്ള വിശ്വാസ പ്രമാണം ഏതാണ്? ചൂഷണം ചെയ്യപ്പെടാത്ത, മറ്റൊരാളാലും ഒരു വിധത്തിലുള്ള ചൂഷണത്തിന് വിധേയമാകാത്ത വിശ്വാസ ദർശനം, തൗഹീദിൽ അധിഷ്ഠിതമായ ഒരാശയം. കുടുംബരംഗത്തേക്കുള്ള കൃത്യമായ മാർഗദർശനം, കച്ചവട രംഗത്തേക്കുള്ള കൃത്യമായ മാർഗദർശനം, സാമ്പത്തിക മേഖലയിലുള്ള വ്യക്തമായ അധ്യാപനങ്ങൾ, മനുഷ്യന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട്, തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രംഗത്ത് മനുഷ്യൻ ഇടപെടുന്നുണ്ടോ, കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള ജീവിതത്തിന്റെ മുഴുവൻ തലങ്ങളിലേക്കുമുള്ള കൃത്യവും വ്യക്തവും അനിതരവുമായ ആശയ സംഹിത ആ ഇസ്ലാം 23 വർഷം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടു. മഹാനായ പ്രവാചകൻ 23 വർഷക്കാലത്തെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളിലൂടെ വിശുദ്ധ ഖുർആനിന് അനുയോജ്യമായ, അതിനെ ജീവിതത്തിൽ പകർത്തിയ ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നു. അവസാനം ആ അറഫ മൈതാനിയിൽ ഒരുമിച്ചുകൂടിയ, താൻ വളർത്തിക്കൊണ്ടുവന്ന, തന്നെ ജീവന് തുല്യം സ്നേഹിച്ച അനുയായികളെ മുന്നിൽ വെച്ചുകൊണ്ട് സൂറത്തു മാഇദയിലെ 3-ാമത്തെ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓതിക്കേൾപ്പിക്കുകയാണ്. അൽയൗം അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. എന്താണ് ഇന്നേ ദിനത്തിന്റെ പ്രത്യേകത? അൽയൗം, ഈ ദിവസം അറഫയിൽ വെച്ച് റസൂലുള്ളാഹ് അനുയായികൾക്ക് ഓതിക്കൊടുക്കുകയാണ് റബ്ബിന്റെ വചനം. അക്മൽതു ലക്കും ദീനക്കും, അല്ലാഹുവിന്റെ വചനമാണ്. ഈ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു. സമ്പൂർണമായി ജീവിതത്തെ സ്പർശിക്കുന്ന ഈ ഇസ്ലാമിനെ ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. ആ പൂർത്തീകരണം നടന്ന സുദിനമാണ്, ആ പൂർത്തീകരണം നടന്ന സ്ഥലമാണ് അറഫ എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് സമ്പൂർണതയുടേതാണ്. ഈ ആദർശം എന്നിലുണ്ടാകുമ്പോ എനിക്ക് മറ്റൊരു ഇസത്തിന്റെ പിറകെ പോകേണ്ടതില്ല, എനിക്ക് മറ്റൊരു ആശയത്തിന്റെ കൊടി പിടിച്ചുകൊണ്ട് മറ്റൊരു സിദ്ധാന്തത്തിന്റെ പിറകെ പോയി അതിന്റെ വക്താവായി മാറേണ്ടതില്ല. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും വെളിച്ചം നൽകുന്ന ഇസ്ലാം, അത് പൂർത്തീകരിക്കപ്പെട്ട സുദിനം, അത് പൂർത്തീകരിക്കപ്പെട്ട ആഹ്വാനം നൽകപ്പെട്ട പ്രദേശം. അതുകൊണ്ട് റസൂലിന്റെ കാലശേഷം ഒരു ജൂതൻ വന്നുകൊണ്ട് പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ നേതാവേ, ആയത്തും ഫീ കിതാബിക്കും തഖറഊനഹാ, നിങ്ങളുടെ കയ്യിലുള്ള ഖുർആനിൽ നിങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു വചനമുണ്ടല്ലോ, ലൗ അലൈനാ മഅ്ശറൽ യഹൂദ് നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ.
ജൂതരായ ഞങ്ങൾക്കെങ്ങാനുമാണ് ആ വചനം അവതരിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങൾ ആ ദിനത്തെ ഒരു ആഘോഷ ദിവസമാക്കുമായിരുന്നു. ഈ ദിനം നിങ്ങൾക്കിതാ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന സൂറത്തു മാഇദയിലെ 3-ാമത്തെ ആയത്തിനെ കുറിച്ചാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ജൂതനാഭിപ്രായം പറഞ്ഞത്. ഞങ്ങളുടെ ഗ്രന്ഥത്തിലാണ് ആ വചനമുണ്ടായിരുന്നതെങ്കിൽ ഞങ്ങൾ ഈ ദിനത്തെ ആഘോഷ ദിവസമാക്കുമായിരുന്നു. ആഘോഷ ദിവസമാക്കേണ്ടതില്ല, ആരാധനയുടെ ദിവസമാക്കണമെന്നതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. ഇസ്ലാമിൽ ആരാധനകൾക്ക്, ആഘോഷങ്ങൾക്കെല്ലാം വ്യക്തമായ നിദർശനങ്ങളുണ്ട്. ആ മഹത്തായ ദിവസത്തെക്കുറിച്ച് ജൂതൻ ഈ അഭിപ്രായം പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം, ഖദ് അറഫ്നാ ദാലികൽ യൗം, ഞങ്ങൾ ഇന്ന് ഓർക്കുന്നുണ്ട് ആ ദിവസം. വൽ മകാന അല്ലദീ നസലത് ഫീഹി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ആയത്ത് റസൂലിന് ഇറങ്ങിയ സ്ഥലവും ഇന്നും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. വഹുവ ഖായിമുൻ ബി അറഫ യൗമ ജുമുഅ, അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അറഫയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ആ വചനം ഇറങ്ങിയത്. ആ ദിനവും ആ സ്ഥലവും ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്റെ അഭിപ്രായത്തിന് മറുപടിയായി അറിയിക്കുകയാണ്. ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ട ദിവസം, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമായ ദീൻ സമ്പൂർണമായി ലോകരുടെ മുമ്പിൽ പൂർത്തീകരിക്കപ്പെട്ട ദിവസം. 2, വിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ ചില കാര്യങ്ങൾ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് കാണാം. ആ സത്യം ചെയ്തു പറയുന്ന കാര്യത്തിന് മഹത്വമുണ്ട്, അതിലൊരു സംശയവുമില്ല. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, മക്കയെ പിടിച്ചുകൊണ്ട് അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ട്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ പിടിച്ചുകൊണ്ട് അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ട്. അതേപോലെ സത്യം ചെയ്തു പറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ടതാണ് വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്അ വൽ വത്ർ, പ്രഭാതമാണ് സത്യം. എന്നിട്ട് പറഞ്ഞു വലയാലിൻ അശ്ർ, കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കി 10 രാത്രികൾ, അത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളാണ്. വശഫ്അ വൽ വത്ർ, ഒറ്റയും ഇരട്ടയും എന്നാണ് വാക്കർത്ഥം. ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം. പക്ഷേ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയാണ്. എന്താണ് ഇവിടെ അശ്ശഫ്ഉ എന്നതിന്റെ വിവക്ഷ? യൗമുൻ നഹർ, ബലിദിനമാണ്. പെരുന്നാളിന്റെ ദിനത്തെ പിടിച്ചുകൊണ്ടാണ് അല്ലാഹു സത്യം ചെയ്തത്. വൽ വത്ർ എന്ന് പറഞ്ഞത് ഏതാണ്? അത് യൗമു അറഫ, അറഫ ദിനമാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ഇതേ പ്രകാരം സൂറത്ത് ബുറൂജിൽ കാണാം വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്. അവിടെയും മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തിന് നൽകിയിരിക്കുന്ന വിശദീകരണം. വസ്സമാഇ ദാത്തിൽ ബുറൂജ് എന്ന് പറഞ്ഞിട്ട് വൽ യൗമിൽ മൗഊദ്, എന്താണ് അൽ യൗമുൽ മൗഊദ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു യൗമുൽ ഖിയാമ. വൽ യൗമുൽ മശ്ഹൂദ് എന്നത് യൗമു അറഫ. വശാഹിദ് വൽ മശ്ഹൂദ് എന്നതിലെ വശാഹിദ് യൗമുൽ ജുമുഅ, അത് വെള്ളിയാഴ്ച ദിവസമാണ്. ഇമാം തുർമുദി റഹിമുല്ലാഹ് ഉദ്ധരിക്കുന്ന പ്രവാചക വചനമാണ്. അപ്പോൾ വൽ യൗമുൽ മശ്ഹൂദ് എന്നത് ഏതാണ്? അത് യൗമു അറഫയാണ്. അങ്ങനെ വ്യത്യസ്ത ആയത്തുകളിലൂടെ അള്ളാഹു എടുത്തു പറഞ്ഞൊരു കാര്യവും മാത്രവുമല്ല, ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വശഫ്ഇ വൽ വത്ർ എന്നത് അബ്ദുറഹ്മാൻ നാസിർ അസ്സഅദി തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നു. വഫി അയ്യാമി അശ്രിദിൽ ഹജ്ജ വൽ വുഖൂഫ് ബിഅറഫ അല്ലദി യഗ്ഫിറുല്ലാഹു ഫീഹി ലിബഅദിഹി മഗ്ഫിറതൻ യഹ്സനു ലഹ ശൈത്താൻ. ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന ദിവസമാണ് ആദ്യ 10 ദിനം, പ്രത്യേകിച്ചും അറഫയിലുള്ള നിൽക്കൽ. ആ അറഫയിലുള്ള നിൽക്കലിന്റെ പ്രത്യേകത എന്താണ്? തന്റെ അടിമക്ക് അല്ലാഹു പാപമോചനം നൽകുന്ന ദിവസം. അതുകൊണ്ട് യഹ്സനു ലഹ ശൈത്താൻ, പിശാച് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന ദിവസം. കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കിയ പോലെ 40 കൊല്ലം 50 കൊല്ലം 60 കൊല്ലമൊക്കെ മനുഷ്യനെ കൊണ്ട് പാപങ്ങൾ ചെയ്യിച്ച ശൈത്താൻ, ആ അടിമയെക്കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്ന പിശാച് അറഫാ ദിനത്തിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു ആ മനുഷ്യന്റെ പാപങ്ങൾ മായ്ച്ചു കളയുമ്പോ പിശാച് കരയുന്നു. ശൈത്താൻ കരയുന്ന ദിനം. ഫമാ റഅയു ശൈത്താനി അഹ്ഖറ വലാ അദ്ഹറ മിൻഹു ഫീ യൗമി അറഫ. അറഫാ ദിനത്തോളം പിശാച് ദുഃഖിതനാകുന്ന, നിരാശനാകുന്ന മറ്റൊരു ദിവസം ഇല്ല തന്നെ.
ലിമാ യറാ മിൻ തനസ്സുലിൽ അംലാകി വറഹ്മ മിനല്ലാഹി ലിഇബാദിഹി വയഖഉ ഫീഹാ കസീറുൻ മിൻ അഫ്ആലിൽ ഹജ്ജ് വൽ ഉംറ വഹാദിഹി അഷ്യാഉൻ മുഅല്ലമ മുസ്തഹിഖത്തുൻ ലിഅൻ യുഖ്സിമല്ലാഹു ബിഹാ. അല്ലാഹു എന്തുകൊണ്ടാ ഈ ഒരു ദിവസത്തെ എടുത്തു പറഞ്ഞ് സത്യം ചെയ്യാൻ കാരണം, ഈ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് അടിമയിലേക്ക് ഇറങ്ങുന്ന റഹ്മത്ത് അള്ളാഹുവിന്റെ അടിമകൾക്ക് ലഭിക്കുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട ഉംറയുമായി ബന്ധപ്പെട്ട ഒരുപാട് കർമ്മങ്ങൾ നടക്കുന്ന സന്ദർഭം. അതുകൊണ്ടാണ് ആ ദിനത്തെ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആനിലെ വചനത്തിൽ സത്യം ചെയ്ത് പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു എടുത്തു പറയാൻ കാരണം. മൂന്നാമത്തെ പ്രത്യേകത ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅത്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അറഫാ ദിവസത്തോളം അല്ലാഹു മനുഷ്യരെ, അടിമകളെ നരകത്തിൽ നിന്ന് മുക്തമാക്കുന്ന ദിവസം വേറെയില്ല. നരകമോചനത്തിന്റെ ദിവസമാണ്. അഥവാ നരകത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കപ്പെട്ട അടിമകൾ മഗ്ഫിറത്തിലൂടെ രക്ഷപ്പെടുന്ന ദിവസം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇത്ഖും മിനന്നാർ നടക്കുന്ന ദിവസമാണ് അറഫാ ദിനം. നാലാമത്തൊരു കാര്യം, ഏറ്റവും പ്രധാനമായ കാര്യങ്ങളിൽ ഒന്നാണ്, നമ്മെ പൂർവ്വ പിതാവ് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്ന സന്ദർഭം മനുഷ്യന്റെ സ്വഭാവങ്ങളെക്കുറിച്ച്, പ്രത്യേകതകളെക്കുറിച്ച് അറിഞ്ഞ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിച്ചൊരു ചോദ്യം, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾ പോരെ? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന ഈ വിഭാഗത്തെ നീ എന്തിനാ സൃഷ്ടിക്കുന്നത്? ആ സമയത്ത് അല്ലാഹു നൽകിയ മറുപടി ഒറ്റ വാചകത്തിലുള്ള അർത്ഥഗർഭമായ മറുപടിയാണ്, ഇന്നി അഅലമു മാ ലാ തഅലമു. നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. മനുഷ്യരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാം. റഹ്മാനായ നാഥനോടുള്ള ഇഷ്ടം കൊണ്ട് കുടുംബവുമായി ബന്ധപ്പെട്ട, ജോലിയുമായി ബന്ധപ്പെട്ട ബാധ്യതകളൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ ഇവിടെ നാട്ടിൽ വിട്ടേച്ചുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക എന്ന് ഉച്ചരിച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ വിളിക്കുള്ള ഉത്തരം നൽകിക്കൊണ്ട് ഏകനായ റബ്ബിന്റെ ഭവനത്തിലേക്ക് നടന്നടങ്ങുന്ന വിശ്വാസി, അവിടെ ഒന്നിച്ചു കൂടുമ്പോൾ, ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴുള്ള പ്രയാസങ്ങൾ അവന് പ്രയാസമല്ല, ആ യാത്രയുടെ ക്ഷീണവനില്ല. പല വാർദ്ധക്യത്തിലെത്തിയ ആളുകളും പറയാറുണ്ടല്ലോ, ഒരുപാട് രോഗം എനിക്കുണ്ടായിരുന്നു, മക്കത്തെത്തിയപ്പോ ഒരു അസുഖമില്ല. അവിടെ എത്തുമ്പോൾ ഒരു അസുഖം ഉണ്ടാവില്ല. കാരണം മനസ്സും ശരീരവുമെല്ലാം ഒരേ ഒരു കേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി വന്ന ശുഭ്രവസ്ത്രത്തിൽ ഒരുമിച്ച് കൂടിയ ആയിരങ്ങൾ ആ അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, قال رسول الله صلى الله عليه وسلم إن الله عز وجل يباهي الملائكة بأهل عرفات. അറഫയിൽ ഒരുമിച്ച് കൂടിയ ആളുകളെ കാണുമ്പോ മലക്കുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് റബ്ബ് അഭിമാനം കൊള്ളും. എന്നിട്ട് റഹ്മാനായ റബ്ബ് മലക്കുകളോട് പറയും, ഉൻദുറൂ ഇലാ ഇബാദി ശുഗ്സൻ ഉബ്റാ. നോക്കൂ മലക്കുകളെ, ജടകുത്തിക്കൊണ്ട്, പൊടിപാറിക്കൊണ്ട് എന്റെ അടിമകൾ ഇതാ വന്നിരിക്കുന്നു. ആ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് നാട് വിട്ട്, മക്കളെ വിട്ട്, കുടുംബത്തെ വിട്ട്, ജോലി മാറ്റിവെച്ച് അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശുഭ്രവസ്ത്രധാരികളായി അറഫയിൽ ഒരുമിച്ച് കൂടിയ അടിമകളെ നോക്കിക്കൊണ്ട് റബ്ബ് മലക്കുകളോട് അഭിമാനത്തോടുകൂടി പറയുന്നൊരു നിമിഷമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. റഹ്മാനായ നാഥൻ ആ സൗഭാഗ്യത്തിന്റെ ഉടമകളാകാൻ നമുക്കെല്ലാവർക്കും അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ റബ്ബ് നമ്മളെക്കുറിച്ച് സന്തോഷിക്കുന്ന ദിനം, അഭിമാനത്തോടുകൂടി മലക്കുകളോട് ചൂണ്ടിക്കാണിച്ച് പറയുന്ന ദിനം, അതാണ് അറഫാ ദിനം. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അർശുടയവനായ റബ്ബ് അറഫയിൽ മനുഷ്യരൊരുമിച്ച് കൂടിയ ആ ദിനം, അതേപോലെ തന്നെ ആളുകൾ ഇബാദത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന ഈ ദിനം, അന്നെന്ത് ചെയ്യും? അള്ളാഹു ഭൂമിയോട് ഏറ്റവും അടുത്ത് ഈ ഭൂമിയുടെ സമീപത്തിലേക്ക് ഇറങ്ങി വരും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. നേരത്തെ പറഞ്ഞല്ലോ, അറഫാ ദിനത്തോളം നരകത്തിൽ നിന്ന് മനുഷ്യർ മോചിപ്പിക്കപ്പെടുന്ന ദിനങ്ങൾ ഇതിനെപ്പോലെ മറ്റൊരു ദിനവുമില്ല എന്ന് പറഞ്ഞ ഹദീസിന്റെ തുടർച്ചയായിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചതായി കാണാം. വ ഇന്നഹു ലയദ്നു,
അറഫാ ദിനത്തിൽ അള്ളാഹു ഭൂമിയോട് ഏറ്റവും അടുത്തു വരും. സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, മലക്കുകളോട് അഭിമാനത്തോടുകൂടി പരിചയപ്പെടുത്തും. ഫയഖൂൽ, എന്നിട്ട് ആ മനുഷ്യരെ നോക്കി അള്ളാഹ് പറയും, മാ അറാദ ഹൗലാ. ഇമാം മുസ്ലിം ധരിക്കുന്ന ഹദീസ്, മാ അറാദ ഹൗലാ, എന്താണ് ഈ മനുഷ്യർ ആഗ്രഹിക്കുന്നത്, അവർക്ക് വേണ്ടത് എന്താണ് അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ സമയത്ത് അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറയാൻ സാധിച്ചാൽ, അല്ലാഹുമ്മ റഹംനി എന്ന് പറയാൻ സാധിച്ചാൽ, ഏറ്റവും അടുത്തവനായി ഈ ഭൂമി ലോകത്തോട് ഏറ്റവും സമീപസ്ഥനായി ഇറങ്ങി വന്ന് അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്ന ദിവസം. അതുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ട ഈ പുണ്യത്തിന്റെ ദിനങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിലേറ്റവും പ്രധാനം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രാർത്ഥന വർദ്ധിപ്പിക്കുക എന്നതാണ്. ശ്രേഷ്ഠമായ ദിനങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന ദിവസങ്ങളാണ്. ഇതുപോലെ നമുക്കറിയാം ലൈലത്തുൽ ഖദ്ർ പോലെ അതുപോലെയുള്ള പുണ്യമായ ദിനങ്ങൾ പ്രത്യേകിച്ചും വിശ്വാസികൾ പ്രാർത്ഥന അധികരിപ്പിക്കേണ്ട ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ദുആകളിൽ ഉത്തമമായ ദുആ അറഫാ ദിനത്തിലെ ദുആയാണ്. മറ്റൊരു റിവായത്തിൽ അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ, ദുആകളിൽ ശ്രേഷ്ഠമായത് അറഫാ ദിനത്തിലെ ദുആ ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊന്ന് നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ടുള്ള നോമ്പാണ്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കാറുള്ളത് അറഫയിൽ നിൽക്കുമ്പോൾ അതിനോടുള്ള ഐക്യദാർഢ്യം സോഷ്യൽ മീഡിയ വ്യാപകമായി തീർന്നപ്പോൾ, കൃത്യമായി കാര്യങ്ങൾ കാണാനും അറിയാനും തുടങ്ങിയപ്പോൾ ഈ ധാരണ വ്യാപിപ്പിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് അവിടെ അറഫയിൽ നിൽക്കുന്ന സമയത്ത് വേണം ഇവിടെ നോമ്പ് നോൽക്കാൻ. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സമയം ഏകീകരിക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിവസത്തിൽ ദുൽഹജ്ജ് 9 നോമ്പ് അനുഷ്ഠിക്കുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ള കാര്യം. മൂന്നാമത്തെ വിഷയം, അതുമായി ബന്ധപ്പെട്ട് റസൂൽ പഠിപ്പിച്ചത് തഹ്ലീൽ വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ. അള്ളാഹുവിന്റെ ഏകത്വം, അവന്റെ തൗഹീദ് വ്യക്തമാക്കുന്ന ദിക്ർ. അതുകൊണ്ട് ആ ദുൽഹജ്ജ് 9 ചൊല്ലേണ്ടിയിരിക്കുന്ന പ്രാർത്ഥനകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം. റസൂലുള്ളാഹി പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂൻ അശിയ്യത അറഫ, അറഫയുടെ സന്ധ്യയിൽ ഞാനും പൂർവിക പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പ്രഭാത പ്രദോഷങ്ങളിലൊക്കെ സാധാരണ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന, തഹ്ലീലിന്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അത് അറഫാ ദിനത്തിൽ നിങ്ങൾ കൂടുതലായി ചൊല്ലിക്കൊണ്ടിരിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ റബ്ബിലേക്ക് ആരാധനയിലൂടെ പ്രാർത്ഥനയിലൂടെ സാമീപ്യം നേടുകയും മനസ്സും ശരീരവും സമ്പത്തൊക്കെ ശുദ്ധീകരിച്ച്, റബ്ബേ നീ പറയുന്നതിനപ്പുറം ഒന്നും എനിക്കില്ല, നിന്റെ ദീൻ സമ്പൂർണമായി ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു, നിന്നോടുള്ള സ്നേഹത്തിനപ്പുറം എനിക്ക് മറ്റൊന്നും വലുതല്ല എന്ന് ജീവിതം കൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് നാം തെളിയിക്കേണ്ടുന്ന പരിശുദ്ധമായ ദിനമാണ് ഈ പരിശുദ്ധമായ ഹജ്ജിന്റെ ദിനങ്ങൾ. അള്ളാഹുവിലുള്ള ഏകത്വത്തെ ഉയർത്തിപ്പിടിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒരേ പ്രാർത്ഥനയോടെ, ഒരേ വേഷവിധാനത്തോടെ, ഒരേ ചിന്തയോടെ, ഒരേ മനസ്സോടെ ജനസഹസ്രങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമത്വത്തിന്റെ, സമർപ്പണത്തിന്റെ, തുല്യതയില്ലാത്ത മാതൃകയായ ഹജ്ജ് എന്ന കർമ്മം, അതുമായി ബന്ധപ്പെട്ടുള്ള ആരാധനകൾ, നമ്മൾ നാട്ടിലാകുമ്പോഴും ആ ആരാധനകളോടെല്ലാം ഉണ്ടാകേണ്ടുന്ന സ്നേഹം, അതിനോട് മാനസികമായി ഉണ്ടാകേണ്ടുന്ന പ്രതിബദ്ധത, അതിനോട് സാമീപ്യപ്പെടാനുള്ള സന്നദ്ധത, ഇതൊക്കെയാണ് ഈ ദിനങ്ങളിൽ നാം വെച്ചു പുലർത്തേണ്ടത്. റഹ്മാനായ നാഥൻ ആരാധനകൾ ഹൃദയ സാന്നിധ്യത്തോടുകൂടി അനുഷ്ഠിക്കുന്ന, ആ കാര്യത്തിൽ ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ നിറവേറ്റുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله على النبي وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ഖുർആനിന്റെയും സുന്നത്തിന്റെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ശുദ്ധീകരിക്കാൻ പരിശ്രമിക്കണമെന്ന്
സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വ്യക്തി ഒരാദർശത്തിൻ്റെ മാതൃകയാവുകയും ഒരു സമൂഹം ആയി രൂപപ്പെടുകയും ചെയ്തതാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ സംഭവം എന്ന് നമുക്കറിയാവുന്നതാണ്. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമം നിറവേറ്റേണ്ടുന്ന വിധത്തിൽ നിങ്ങളത് നിറവേറ്റണം. കാരണം ഹുവ ജിത്തബാക്കും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, നിങ്ങളെ തെരഞ്ഞെടുത്തത് റബ്ബാണ്. ഈ ദീനിൽ നിങ്ങൾക്കൊരു പ്രയാസവും അവൻ ഏർപ്പെടുത്തിയിട്ടില്ല. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? അത് ഇസ്ലാം എന്തെന്നറിയാൻ, ആ ഇസ്ലാം ഉൾക്കൊള്ളാൻ, ആ ഇസ്ലാമിക ആദർശം നെഞ്ചിലേറ്റാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നതാണ്. ആ ഹിദായത്ത് അള്ളാഹു നൽകിയ സൗഭാഗ്യമാണ്. എന്താണ് അതിന്റെ കാരണം? നിങ്ങൾ എവിടെയാണുള്ളത്? മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പൂർവ്വപിതാവായ ഇബ്രാഹിമിന്റെ മാർഗം. അതാണ് സിറാത്തുൽ മുസ്തഖീം. ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം. നിങ്ങൾ പറയണം, ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം, എന്റെ റബ്ബ് എന്നെ നേരായ മാർഗത്തിലേക്ക് നയിച്ചിരിക്കുന്നു. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? സൂറത്തു അൻആമിലെ 161-ാമത്തെ ഈ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിം ഹനീഫ, നിങ്ങളുടെ പൂർവ്വപിതാവായ ഇബ്രാഹിമിന്റെ, ഋജുമനസ്കനായ ഇബ്രാഹിമിന്റെ നേരായ മാർഗം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനായിരുന്നില്ല. അതുകൊണ്ട് ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതം നൽകുന്ന സന്ദേശത്തെ നെഞ്ചിലേറ്റാൻ, ആ മില്ലത്ത് മുറുകെ പിടിച്ച്, ആ വ്യക്തിത്വം ലോകത്തിന്റെ മുമ്പിൽ കാണിച്ച ത്യാഗവും സമർപ്പണവും സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള ശ്രമം. പെരുന്നാൾ വരുമ്പോൾ, പെരുന്നാളിന്റെ ആരാധനകളിൽ പങ്കാളികളാകുമ്പോൾ നമ്മിൽ ഉണ്ടാകേണ്ടുന്ന സമീപനവും കാഴ്ചപ്പാടും അതായിരിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഖുർത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി കാണാം, ഇന്ന അഅളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വതആല യൗമുൻ നഹ്രി സുമ്മ യൗമുൽ ഖർ, അല്ലാഹുവിന്റെ അടുക്കൽ ഉത്തമമായ മഹത്തരമായ ദിവസങ്ങളിൽപ്പെട്ടതാണ് യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർ. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 10, യൗമുൽ ഖർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 11. അഥവാ ആ പെരുന്നാളും അതിനോടനുബന്ധിച്ച ദിവസങ്ങളും. ആ ദിവസങ്ങളിൽ വിശ്വാസികൾ കാണിക്കേണ്ടുന്ന, നിലനിർത്തേണ്ടുന്ന സുന്നത്തുകൾ കൃത്യമായി നാം ശ്രദ്ധിക്കുക. പുതിയ വസ്ത്രം അല്ലെങ്കിൽ വസ്ത്രത്തിൽ ഏറ്റവും നല്ലത് ധരിക്കാൻ, ആ ധരിക്കുന്ന സമയത്ത് പുതുവസ്ത്രം ധരിക്കുമ്പോൾ അപ്പോഴും ഓർക്കണം, ലോകത്ത് ഒരുപാട് ആളുകൾ വസ്ത്രമില്ലാതെ പ്രയാസപ്പെടുമ്പോൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഈ വസ്ത്രം എനിക്ക് നൽകിയത് റബ്ബാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസൗതനി, അല്ലാഹുവേ നിനക്ക് സ്തുതി, നീയാണ് എന്നെ ഇത് ധരിപ്പിച്ചത്. അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരി മാ സുനിഅ ലഹു, ഈ വസ്ത്രത്തിന്റെ നന്മയിൽ നിന്നും, എന്തൊന്നിനു വേണ്ടി ഈ വസ്ത്രം നിർമ്മിക്കപ്പെട്ടുവോ അതിന്റെ നന്മയിൽ നിന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു, ഈ വസ്ത്രത്തിന്റെ ഷർറിൽ നിന്നും, ഈ വസ്ത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിന്റെ ഷർറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് ഏതൊരു അനുഗ്രഹവും ആസ്വദിക്കുമ്പോൾ ഇത് പടച്ചോൻ നൽകിയതാണ്, ഇതിന്റെ നന്മ എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കണം, ഇതുവഴി ഉണ്ടാകാവുന്ന ഷർറുകളിൽ നിന്ന് എനിക്ക് രക്ഷയുണ്ടാകണം. അത് പെരുന്നാളിന്റെ വസ്ത്രം അണിയുമ്പോഴും പ്രാർത്ഥിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കുളി, പുരുഷന്മാർ സുഗന്ധം ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അതേപോലെ തന്നെ ഭക്ഷണം ഒന്നും കഴിക്കാതെ മുസല്ലയിലേക്ക് പുറപ്പെടുക, നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് 7:15 ഈ പള്ളിയിൽ വെച്ച് പെരുന്നാൾ നമസ്കാരം നടക്കുന്നത്. തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കി, അല്ലാഹ് ഹിദായത്തിലാക്കിയതിനാണ് പടച്ചോനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മാർഗത്തിൽ എത്താൻ സാധിച്ചു. നിരീശ്വരവാദത്തിലേക്കോ യുക്തിവാദത്തിലേക്കോ ബഹുദൈവ വിശ്വാസത്തിലേക്കോ പോകാതെ തൗഹീദിന്റെ മാധുര്യം നുകരാൻ, ഇസ്ലാം എന്ന ആദർശം നെഞ്ചിലേറ്റാൻ എനിക്ക് സാധിച്ചു. അതിന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, റബ്ബിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. സ്ത്രീകളും കുട്ടികളും ഒക്കെ മുസല്ലയാകുന്ന സമയത്ത് അതിലേക്ക് വരാൻ സാധ്യമാകുന്ന സ്ത്രീകളും എത്തിച്ചേരണം, കുട്ടികളെയൊക്കെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം. അതുപോലെ തന്നെ വാഹനമുള്ള ആളുകൾ വാഹനത്തിലാണ് വരികയെങ്കിലും കുറച്ചു ദൂരെ നിർത്തിയിട്ട് നടന്നു വരാൻ ശ്രമിക്കുക. കാരണം ആ നടത്തത്തിലും പുണ്യമുണ്ട്. പെരുന്നാളിന്റെ മുസല്ലയിലേക്കുള്ള നടന്നു വരവിലും പുണ്യമുണ്ട് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 2 വഴികൾ സ്വീകരിക്കാൻ അവിടുന്ന് കൽപ്പിച്ചു. കൂടുതൽ ആളുകളുമായി ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യം അത് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കിയ ഉളുഹിയ്യത്ത്, അള്ളാഹുവിന് വേണ്ടി നമ്മുടെ സമ്പത്ത് റബ്ബിന്റെ മാർഗത്തിൽ ബലി നൽകുന്ന മഹത്തായ കർമ്മം. നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉളുഹിയ്യത്ത് ഉണ്ടാകും.
അതിലെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും അതിൽ പങ്കാളികളാകണം. അവിടുത്തെ തക്ബീറിൽ എല്ലാവരും പങ്കാളികളാകണം. മാംസം ദാനം ചെയ്യുന്നതിൽ എല്ലാവരും പങ്കാളികളായി തീരണം. അതുപോലെ തന്നെ ആ ദിനത്തിൽ സന്ദർശനം വർദ്ധിപ്പിക്കാൻ, പരസ്പരമുള്ള ഹൃദയബന്ധം, ദീനിന്റെ പേരിൽ സ്നേഹിക്കൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അതിനുവേണ്ടി നടത്തുന്ന സന്ദർശനം റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. നീ നിന്റെ ഒരു സഹോദരനെ റബ്ബിന്റെ മാർഗത്തിൽ സ്നേഹിച്ചുകൊണ്ട് ആ സഹോദരനെ സന്ദർശിച്ചു. വേറൊരു ഭൗതിക താല്പര്യമില്ല. കണ്ടിട്ട് കുറച്ച് കാലമായല്ലോ, ഒന്ന് പോയി കാണാം എന്ന് കരുതി സന്ദർശിച്ച് തിരിച്ചു വരുമ്പോ വഴിയിൽ വെച്ച് മലക്ക് പറയും, റസൂലുള്ളാഹി പഠിപ്പിച്ചു, നീ ആ സഹോദരനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നു എന്ന് മലക്ക് വഴിയിൽ വെച്ച് അറിയിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെരുന്നാളിന്റെ സുദിനം സന്ദർശനങ്ങൾ അധികരിപ്പിക്കുക, ഹൃദയം കൊണ്ട് പരസ്പര സ്നേഹബന്ധങ്ങൾ ശക്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, തകർന്നുപോയ ബന്ധങ്ങളുടെ കണ്ണികളെ വിളക്കി ചേർക്കാൻ ആ സുദിനം ഉപയോഗപ്പെടുത്തുക. മരിക്കുന്ന സമയത്ത് നഫ്സും മുത്മയിന്നയായി ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള ഒരു സൗഭാഗ്യത്തിന് വേണ്ടി എല്ലാ ഒരുക്കവും ഞാനും നിങ്ങളും എല്ലാ സമയത്തും നടത്തിക്കൊണ്ടേയിരിക്കണം. കുടുംബത്തെ എല്ലാം ഈ നന്മകളിലെല്ലാം നമ്മൾ പങ്കാളികളാകും. ദീൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കേണ്ടുന്ന, എപ്പോഴും അള്ളാഹുവിന്റെയും റസൂലിന്റെയും സന്ദേശത്തോട് ആഭിമുഖ്യം വെച്ചു പുലർത്തുന്ന വിധത്തിൽ നമ്മൾ മാറുക, നമ്മുടെ കുടുംബത്തെ നമ്മൾ മാറ്റുക. ആരാധനകളെല്ലാം അതായിരിക്കണം. അതിന് വിരുദ്ധമായി ഇന്ന് നമ്മൾ കാണുന്ന പോലെ എല്ലാം ആഘോഷമാക്കണം, അടിപൊളിയാക്കണം എന്ന ഭൗതികമായ താല്പര്യം. അവിടെ പിശാച് മാത്രമാണ് സന്തോഷിക്കുന്നത്. അതിനു പകരം റബ്ബ് സന്തോഷിക്കുന്ന, മലക്കുകളെ നോക്കി അള്ളാഹു നമ്മളെ പ്രശംസിക്കുന്ന ആ ഒരു ഈമാനിക തലത്തിലേക്ക് ഉയരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ നാഥൻ യഥാർത്ഥ വിധത്തിൽ ദീനിനെ ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അത് നടപ്പാക്കാൻ അള്ളാഹു നമുക്ക് ഈമാനും തൗഫീഖും ഹിദായത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ. അള്ളാഹു എല്ലാം അറിയുന്ന നാഥ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. സാമ്പത്തിക ബാധ്യതകൾ, കടങ്ങൾ, മറ്റു കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലുണ്ട്. റഹ്മാനായ നാഥ, നിന്റെ മഹത്തായ ഫള് കൊണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ നാഥ. സന്തോഷവും സമാധാനമുള്ള ജീവിതം നൽകി രണ്ട് ലോകത്തും നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أرنا الحق حقا وارزقنا اتباعه. اللهم أرنا الباطل باطلا وارزقنا اجتنابه. اللهم اجعل القرآن ربيع قلوبنا يا رب العالمين. اللهم اجعل القرآن ربيع قلوبنا يا رب العالمين. اللهم اجعل القرآن ربيع قلوبنا يا رب العالمين. اللهم انصر إخواننا في فلسطين. اللهم اشف مرضاهم وتقبل شهداءهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.